റാമ്പ് വാക്കിംഗ് രംഗത്ത് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് വില്ല നസ്രത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ CBSE വിഭാഗത്തിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ 7 വയസ്സ് പ്രായം മാത്രമുള്ള ഷാലു എന്ന് വിളിക്കുന്ന അൽഫാൻഷായെ തേടിയെത്തിയിരിക്കുന്നത് നിരവധി പുരസ്കാരങ്ങൾ. കുറ്റിച്ചൽ അൽഫിയ മൻസിലിൽ ഷാജഹാൻ സജീന ദമ്പതികളുടെ മകനാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 16 ടൈറ്റിൽ വിന്നർ, അതിൽ ഫസ്റ്റ് റണ്ണറപ്പ് 4 എണ്ണം, സെക്കൻഡ് റണ്ണറപ്പ് 3 എണ്ണം, കൂടാതെ 2024 ലിറ്റിൽ മഹാബലി, 2024 ലിറ്റിൽ കൃഷ്ണ, 2024 ലിറ്റിൽ സാന്റ ഇതിന്റെയൊക്കെ വിന്നർ കൂടിയാണ് ഈ കൊച്ചുമിടുക്കൻ. കൂടാതെ ടെക്സ്റ്റൈൽസിന്റെ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു. 2 മൂവിയിൽ ചാൻസും കിട്ടിയിട്ടുണ്ട്. അതുമല്ലാതെ പല കമ്പനിയുടെ ഷോ സ്റ്റോപ്പറായി ഇറങ്ങുന്നുണ്ട്. പല കമ്പനികളിൽ ഗസ്റ്റായും ഇറങ്ങുന്നുണ്ട്. ഒട്ടനവധി സബ് ടൈറ്റിലും കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് റാപ്പ്, ബെസ്റ്റ് ടാലന്റ്, ബെസ്റ്റ് ടൈറ്റിൽ ഐക്കൺ, ബെസ്റ്റ് സ്മൈൽ, ബെസ്റ്റ് കോസ്റ്റ്യൂം, അങ്ങനെ നിരവധി സബ് ടൈറ്റിലും കിട്ടിയിട്ടുണ്ട്. കൂടാതെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിലും കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിഡ്സ് ഐക്കൺ ഓഫ് അവാർഡ്സിലും 2025 ലഭിച്ചിട്ടുണ്ട്. The mix of DJ Ruel. നമസ്കാരം, എൻ്റെ പേര് സജീന. ഇതെൻ്റെ മകനാണ് അൽഫാൻഷാ SS. വീട്ടിൽ ഷാലു എന്ന് വിളിക്കും. ഇപ്പം പഠിക്കുന്ന 2nd സ്റ്റാൻഡേർഡിലാണ്. വില്ല നസ്രത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പാലേക്കോണം. ഇവന് മോഡലിംഗ് രംഗത്ത് ഇറങ്ങിയിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ഞങ്ങൾ 10-12 ജില്ലകളിൽ പോയി. മോന് 15 ടൈറ്റിൽസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പോയിട്ട് 4 ഫസ്റ്റ് റണ്ണറപ്പും 3 സെക്കൻഡ് റണ്ണറപ്പും കിട്ടിയിട്ടുണ്ട്. അത് പോയിട്ട് കഴിഞ്ഞ 2024 പിന്നെ ലിറ്റിൽ കൃഷ്ണ, ലിറ്റിൽ സാന്റ, ലിറ്റിൽ മഹാബലി അങ്ങനത്തെ ഉള്ള അവാർഡുകളെല്ലാം അവന് കിട്ടിയിട്ടുണ്ട്. പോയിട്ട് ഒരുപാട് സബ് ടൈറ്റിൽസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ട് വസ്ത്രമകളിൽ. അവർ വീണ്ടും കൊച്ചിനെ സെലക്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. പിന്നെ 2 മൂവിയിൽ ചാൻസ് കിട്ടി. പോരാത്തതിന് ഇപ്പോൾ എല്ലാ കമ്പനികളിലും ഗസ്റ്റായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ മോൻ ഷോ സ്റ്റോപ്പറായിട്ടും ഇറങ്ങുന്നുണ്ട്. കുറേ കമ്പനിയുടെ ഡിസൈനർ ഷോയ്ക്ക് ഷോ സ്റ്റോപ്പറായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ പ്രസൻറ്റ് ഇറങ്ങാൻ വേണ്ടിയും അടുത്ത ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ മാസം 2-3 പ്രോഗ്രാം മോനുണ്ട്. അതെല്ലാം പോയിട്ട് കേരള റെക്കോർഡ് ബുക്കിൽ മോന് സെലക്ഷൻ കിട്ടി. ഇപ്പോൾ അത് ഈ മന്താണ് അതിനുള്ള അവാർഡും കിട്ടുന്നത്. ഇതൊക്കെയാണ് ഇവൻ്റെ ഇപ്പം നിലവിലുള്ള ഒരു ഇത്. ഇവന് റെക്കോർഡ് ബുക്കിൽ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഷമ മെം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതായത് SR ഫാഷൻ ഈവൻറ്റ്സ് നടക്കുന്ന ഷമ മേമാണ് എനിക്ക് ഈ ഒരു റെക്കോർഡിനെ പറ്റി എനിക്ക് പരിചയപ്പെടുത്തി തന്നതും നമ്പർ തന്നതും എല്ലാം അവരാണ്. ഷമ മേം തന്നതിൻ്റെ ഇതിലാണ് ഇവന് ഞാൻ റെക്കോർഡ് ബുക്കിന് കൊടുക്കുന്നതും ഇവന് അതിൽ അപ്രൂവ് ആയതിൻ്റെ ഇത് വന്നിട്ടുള്ളതും SR ഫാഷനിലെ ഷമ മേം തന്നിട്ടാണ്. പിന്നെ ഇവന് ഈ നിലയിലെത്താൻ വേണ്ടിയും ട്രിവാൻഡ്രം ഫാഷനിൻ്റെ ഋതു മേമും ആർപ്പോയുടെ ഷെമീറും പിന്നെ സ്പെറാൻസയിലെ തൻവി സാറ്, പിന്നെ ലിയോണയിലെ അഭിരാമി, ഏഞ്ചലീനിലെ സ്റ്റെഫി മേം, അങ്ങനെ ഒരുപാട് പേരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ IFEയിലായാലും നിശാന്ത് സാർ, അങ്ങനെ ഓരോ കമ്പനിയിലും ഓരോരുത്തരും ഇവന് ഒരുപാട്
ഇത് കൊടുത്തിട്ടാണ് ഇങ്ങനെ എത്തിയത്. അത് പോയിട്ട് ഈ മോഡലിംഗ് രംഗത്ത് ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ഇവൻ കുഞ്ഞിലെ നന്നായിട്ട് മോഡലും സ്റ്റൈലും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് എല്ലാം കാണുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവന്. അപ്പോൾ അതിലൊരു കുട്ടി സാദിയ എന്ന പേര്, ആ കുട്ടിയാണ് ഇതുപോലെ മോഡലിംഗ് രംഗത്ത് ഇവൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് നല്ല സ്റ്റൈലാണെന്ന് പറഞ്ഞ് മോഡലിംഗ് രംഗത്ത് ആദ്യമായിട്ട് ആ കുട്ടി ഒരു ഫോട്ടോ അയച്ചു കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഭാവന വന്ന നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. IFEയുടെ ഭാവന വന്ന ഷോയിൽ ആദ്യമായിട്ട് റാമ്പിന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചവൻ കരയെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ ആ ഷോയിൽ കയറിയപ്പോൾ എല്ലാവരും പറഞ്ഞു മോനെ ഇതിൽ തന്നെ ഇറക്കണം, മോൻ ആദ്യമായിട്ട് ഇറങ്ങിയെന്ന് പറയൂല, അത്രയും കോൺഫിഡൻസോടെ അവൻ ഷോയിൽ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഷോയിൽ കൊണ്ടിറങ്ങണമെന്ന് പറഞ്ഞാണ്. പിന്നെ ഓരോ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അറിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ ഷോയ്ക്ക് പോയി, ഇപ്പോൾ ഇക്കട ഹെൽപ്പായാലും അങ്ങനെ ഷോസിന് പോയാണ് മോൻ ഇപ്പോൾ ഈ നിലയിൽ എത്തിയത്. ഇപ്പോൾ ഇവന് 7 വയസ്സ് കഴിഞ്ഞ്. കൊച്ചിലെ ഇവന് പല പല കാര്യങ്ങൾക്കും എന്ത് ചെയ്താലും അവൻ മോഡലിനുള്ള ഒരു ഫീൽഡാണ് കണ്ടത്. അങ്ങനെ ഇവൾ ആദ്യമായി എൻ്റെ സജീനെ ചോദിച്ചുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഇതിൽ പോകാൻ വഴിയുണ്ടോ, നമ്മൾ അപ്പിയെ കൊണ്ടുപോകാം, ശരിയാണോ, കൊണ്ടുപോട്ടോ എന്ന് എൻ്റെയിലും എൻ്റെ ഹസ്ബൻഡിൻ്റെയിലും ചോദിച്ച് എൻ്റെ മരുമോൻ്റെയിലും ചോദിച്ച് നമ്മൾ 3 പേരെയും ഒരു പിന്തുണയിൽ തന്നെയാണ് അവൾ ഇതിനു വേണ്ടി ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയെങ്കിലും എൻ്റെ ചെറുമോൻ മുന്നേറുകയാണ്. കാരണം എല്ലാത്തിനും നമ്മളതിൽ ചോദിക്കും, ഏത് കാര്യം അവൻ ഇറങ്ങിയാലും ആ ഒരു ഇതിൽ ചോദിക്കും, ഉമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ എന്താ ഇറങ്ങാൻ പോവുകയാണ് ഉമ്മച്ചി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന കൂടുതലും അവന് ഞങ്ങളിതിൽ കൊടുത്തിട്ടുണ്ട്.